ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി 5ാമത്തെ പാഠം ഉണർന്നുയരാം. അതിലെ ചെമ്പകപ്പൂവ് എന്നുള്ള പാഠഭാഗമാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. ചിത്രത്തിൽ എന്തൊക്കെയാ കാണുന്നത്? കുട്ടികൾ കളിക്കുന്നതും, ഒരു കുട്ടി ബാറ്റ് ചെയ്യുന്നതും, ഒരു കുട്ടി പന്ത് വെച്ച് കളിക്കുന്നതും, ഒരു കുട്ടി ചിത്രശലഭം നോക്കി നിൽക്കുന്നതും ഒക്കെ കാണാമല്ലേ. അപ്പോ കുട്ടികളെ എല്ലാവരെയും കണ്ടല്ലോ. നിങ്ങളും ഇങ്ങനെ കളിക്കാറില്ലേ? ഉണ്ടല്ലേ. ഇവിടെ 2 വരികൾ തന്നിട്ടുണ്ട്, നമുക്ക് വായിക്കാം. എത്തിപ്പിടിക്കുവാൻ ചിന്നക്കൈ നീട്ടുന്നു, ചുറ്റിലും ശൈശവ ഭാവനകൾ. ആരുടെ കൃതിയാണ്? പുലാക്കാട്ട് രവീന്ദ്രൻ ഓണത്തുമ്പി എന്ന കൃതിയിൽ നിന്നെടുത്ത വരികളാണ്. എത്തിപ്പിടിക്കുവാൻ ചിന്നക്കൈ, കുഞ്ഞു കൈകൾ നീട്ടുന്നു. ആരാ? ചുറ്റും കാണുന്ന വസ്തുക്കൾ പിടിക്കുവാനും ചുറ്റും കാണുന്ന കാഴ്ചകൾക്ക് നേരെയും കൈ നീട്ടുകയാണ് കുഞ്ഞുങ്ങൾ. നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ചിന്നക്കൈ നീട്ടുന്നത് ആര്? ആരാണ് ചിന്നക്കൈ നീട്ടുന്നത്? ശൈശവ പ്രായത്തിലുള്ള കുട്ടികൾ. മുകളിലൊരു ചിത്രം കണ്ടോ? ചുറ്റും കാണുന്ന കാഴ്ചകൾക്കു നേരെ കൈനീട്ടുന്ന കുട്ടിയാണത് അല്ലേ. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. എന്തിനു എത്തിപ്പിടിക്കാനാണ് ചിന്നക്കൈ നീട്ടുന്നത്? പുതിയ കാഴ്ചകളെയും വസ്തുക്കളെയും എത്തിപ്പിടിക്കാൻ. 3. കുട്ടികളുടെ എന്തു പ്രത്യേകതയാണ് ഈ വരികളിലും ചിത്രത്തിലും ആവിഷ്കരിച്ചിട്ടുള്ളത്? ശൈശവകാലത്തെ കുട്ടികളുടെ നിഷ്കളങ്കത തുളുമ്പുന്ന പ്രവർത്തനങ്ങളെയും പ്രവർത്തികളെയും കാണിക്കുന്നു ഈ വരികൾ. അടുത്ത് നമുക്ക് ചെമ്പകപ്പൂവ് നോക്കാം. കളികൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ആണ്. മുതിർന്നവരും നിങ്ങളും കൂടി ഒളിച്ചു കളിച്ചിട്ടുണ്ടോ? ഉണ്ടായിരിക്കും. ഇവിടെ നമുക്കൊരു ഒളിച്ചുകളിയെ കുറിച്ച് അറിയാം. അപ്പൊ ചെമ്പകപ്പൂവ് എന്നുള്ള കൃതിയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അവിടെ ഒരു അമ്മയെയും കുട്ടിയെയും കാണാം, ഒപ്പം ഒരു ചെമ്പകമരത്തിനെയും കാണാമല്ലേ. നമുക്ക് കവിത വായിച്ചു നോക്കാം. അമ്മേ, ആ കാണുന്ന ചെമ്പകത്തിന്റെ നെറുകയിലുള്ള കൊമ്പിൽ ഞാൻ വെറുതെ രസത്തിന് ഒരു പൂവായി വിരിഞ്ഞ് ഇളങ്കാറ്റിനൊപ്പം തലകുലുക്കുകയും തളിരിലകൾക്കുമീതെ തുള്ളിച്ചാടി നൃത്തം വയ്ക്കുകയും ചെയ്താൽ അമ്മയ്ക്ക് എന്നെ തിരിച്ചറിയാനാകുമോ? അപ്പോൾ എന്താ ചോദിക്കുന്നത്? ആ അമ്മയോട് കുട്ടി ചോദിക്കുകയാണ്. അമ്മേ, ആ കാണുന്ന ചെമ്പകത്തിന്റെ, അവിടെ ഒരു ചെമ്പകമരം കണ്ടല്ലോ, നെറുകയിലുള്ള കൊമ്പിൽ, ഏറ്റവും മുകളിലുള്ള ഉച്ചിഭാഗത്തുള്ള കൊമ്പിൽ ഞാൻ വെറുതെ രസത്തിന് ഒരു പൂവായി വിരിഞ്ഞാൽ, ഞാനൊരു പൂവായിട്ട് വിരിയുകയാണെങ്കിൽ ഇളംകാറ്റിനൊപ്പം തലകുലുക്കുകയും തളിരിലകൾക്കുമീതെ തുള്ളിച്ചാടി നൃത്തം വയ്ക്കുകയും ചെയ്താൽ, അതായത് കാറ്റിനോടൊപ്പം ആടി ഉലഞ്ഞു നിൽക്കുന്ന എന്നെ കണ്ടാൽ അമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിയുമോ എന്ന് കുട്ടി അമ്മയോട് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു പൂവായിട്ട് ഞാൻ മാറിയാൽ അമ്മയ്ക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. ബാക്കി വായിക്കാം. അമ്മ വിളിക്കും, എന്റെ കുട്ടി നീ എവിടെയാണ്? അപ്പോൾ ഞാൻ ഇലകൾക്കിടയിലേക്ക് ഒന്നുകൂടി പതുങ്ങുകയും സ്വയം ഊറിച്ചിരിക്കുകയും ചെയ്യും. എന്റെ ഇതളുകൾ പയ്യെ വിരുത്തി അമ്മ ചെയ്യുന്നതെല്ലാം ഞാൻ നോക്കിക്കാണും. കുളി കഴിഞ്ഞ് ഈറൻ മുടിയിടകൾ ചുമലിലേക്ക് വിതുർത്തിയിട്ട് ഈ ചെമ്പകത്തണലിലൂടെ തൊടിയിലെ പ്രാർത്ഥനാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു പുതുപൂവിന്റെ മണം തീർച്ചയായും അമ്മ ശ്രദ്ധിക്കും. അത് എന്നിൽ നിന്നാണെന്ന് വരുന്നത് അറിയാതെ. അപ്പൊ എന്താ പറയുന്നത്? അമ്മ കുട്ടിയെ കാണാതെ എന്റെ കുട്ടി എവിടെയാണ് എന്ന് വിളിച്ച് നടക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ചെമ്പകപ്പൂവായ ഞാൻ ഇലകൾക്കിടയിലേക്ക് പതുങ്ങി ഒളിച്ചിരിക്കും, എന്നിട്ട് സ്വയം ഊറിച്ചിരിക്കും. കുളി കഴിഞ്ഞ് മുടിയൊക്കെ ചുമലിലേക്ക് വിടർത്തിയിട്ട് ഈ ചെമ്പകത്തിന്റെ തണലിലൂടെ അമ്മ പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥനാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു പുതുപൂവിന്റെ മണം തീർച്ചയായും അമ്മ ശ്രദ്ധിക്കും. അത് എന്നിൽ നിന്നാണ് വരുന്നതെന്ന് അമ്മ അറിയില്ല എന്ന് കുട്ടി പറയുന്നു. അടുത്ത് വായിക്കാം. ഉച്ചയൂണ് കഴിഞ്ഞ് തൊടിയിലേക്ക് തുറന്നിട്ട ജനൽപ്പടിയിൽ ശിരസിലും മടിയിലും ഈ വൻമരത്തിന്റെ തണൽ പതിപ്പിച്ചുകൊണ്ട് അമ്മ ഗ്രന്ഥം വായിച്ചിരിക്കുമ്പോൾ ഞാൻ എന്റെ കുഞ്ഞു നിഴൽ അമ്മ അപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഏടിലെ വരികൾക്കിടയിലേക്ക് കൃത്യമായി വീഴ്ത്തിക്കൊണ്ടിരിക്കും. തുള്ളിക്കളിക്കുന്ന ആ കൊച്ചു നിഴൽ അമ്മയുടെ കുട്ടിയുടേതാണെന്ന് അമ്മയ്ക്ക് തിരിച്ചറിയാനാകുമോ എന്നാ കുട്ടി ചോദിക്കുകയാണ്. അപ്പൊ എന്താണ് പറയുന്നത്? അമ്മ ഉച്ചയൂടൊക്കെ കഴിഞ്ഞ് തൊടിയിലേക്ക് തുറന്നിട്ട ജനൽപ്പടിയിൽ വന്നിരിക്കുമ്പോൾ ഈ വൻമരത്തിന്റെ തണൽ അമ്മയുടെ ശിരസിലും മടിയിലും ഒക്കെ വന്ന് പതിക്കുന്നു. ഇങ്ങനെ അമ്മ പുസ്തകം വായിക്കുന്നു, ഗ്രന്ഥം വായിച്ചിരിക്കുമ്പോൾ എന്റെ കുഞ്ഞു നിഴൽ അമ്മ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിന്റെ വരിയിലേക്ക് വീഴ്ത്തിക്കൊണ്ടിരിക്കും, ഞാൻ വീഴ്ത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ആ തുള്ളിക്കളിക്കുന്ന, ഇങ്ങനെ കാറ്റിൽ ആടിക്കൊണ്ടിരിക്കുന്ന ആ കൊച്ചു നിഴൽ അമ്മയ്ക്ക് അമ്മയുടെ കുട്ടിയുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിയുമോ എന്ന് കുട്ടി ചോദിക്കുകയാണ്.
കൊളുത്തിപ്പിടിച്ച കൈവിളക്കുമായി സന്ധ്യയ്ക്ക് അമ്മ പശുത്തൊഴുത്തിലേക്ക് പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടറ്റ് മണ്ണിൽ പതിക്കുകയും അമ്മയുടെ പഴയ കുട്ടിയായി മാറി ഒരു കഥ കേൾക്കാനായി വാശി പിടിക്കുകയും ചെയ്യും. അപ്പോഴും ഇതുമാത്രമായിരിക്കും നമ്മൾ പറയുക, വികൃതി നീ ഇതുവരെ എവിടെയായിരുന്നു? അയ്യോ അത് മാത്രം പറഞ്ഞുകൂടാ അമ്മേ. അപ്പൊ എന്താ പറയുന്നത്? വൈകുന്നേരം കൊളുത്തിപ്പിടിച്ച കൈവിളക്കുമായിട്ട് അമ്മ എവിടെ പോവും? അമ്മ പശുത്തൊഴുത്തിലേക്ക് പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? വൈകുന്നേരം ആ പൂവ് അങ്ങ് ഞെട്ടറ്റ് മണ്ണിൽ പതിക്കും. ഞാനാകുന്ന പൂവ് ഞെട്ടറ്റ് മണ്ണിൽ പതിക്കും. അമ്മയുടെ പഴയ കുട്ടിയായപ്പോൾ ഞാൻ മാറും. ഒരു കഥ കേൾക്കാനായിട്ട് വാശി പിടിക്കും. അപ്പോഴും ഇതുമാത്രമായിരിക്കും ഞാനും അമ്മയും പറയുക. അമ്മ വികൃതി നീ ഇതുവരെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് മാത്രം ചോദിക്കല്ലേ, അത് മാത്രം പറഞ്ഞുകൂടാ അമ്മയെന്ന് ഞാൻ പറയും എന്ന് പറയുകയാണ്. ഇത് രവീന്ദ്രനാഥ ടാഗോറിന്റെ പിറ എന്ന കൃതിയിൽ നിന്നെടുത്ത ഭാഗമാണ്. ഈ കൃതിയെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് KV സുരേഷാണ്. ഒരു കൊച്ചുകുട്ടി ഒരു ചെമ്പകപ്പൂവായി മാറിക്കഴിഞ്ഞാൽ അമ്മയെ എങ്ങനെ നോക്കിക്കാണുന്നു ആ കാര്യങ്ങളെ കുറിച്ചാണ് കവി ഇവിടെ അവതരിപ്പിക്കുന്നത്. അമ്മയും മക്കളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം കവി ഇവിടെ വരച്ചിടുകയാണ്. നമുക്ക് പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം, വായിക്കാം, പറയാം. ചെമ്പകക്കൊമ്പിൽ പൂവായി വിരിയുന്ന കുട്ടി ആദ്യം അമ്മയുടെ ശ്രദ്ധയാകർഷിക്കുന്നത് എങ്ങനെയെല്ലാം? ഇളം കാറ്റിനൊപ്പം തലകുലുക്കുകയും തളിരിലകൾക്കൊപ്പം നൃത്തം വയ്ക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ആദ്യം കുട്ടി അമ്മയുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. 2. എന്റെ കുട്ടി നീ എവിടെയാണ് എന്ന അമ്മയുടെ ചോദ്യം കേൾക്കുമ്പോൾ കുട്ടി ചെയ്യുന്നത് എന്തെല്ലാമായിരിക്കും? അമ്മയുടെ ചോദ്യം കേൾക്കുമ്പോൾ ഇലകൾക്കിടയിലൂടെ ഒന്നുകൂടി പതുങ്ങുകയും ഊറിച്ചിരിക്കുകയും ചെയ്യും. ഇതളുകൾ മെല്ലെ വിരുത്തി അമ്മ ചെയ്യുന്നതെല്ലാം നോക്കിക്കാണും. 3. ഒരു പുതുപൂവിന്റെ മണം അമ്മയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് എപ്പോഴാവും? ചെമ്പകത്തറയിലൂടെ തൊടിയിലെ പ്രാർത്ഥനാലയത്തിലേക്ക് പോകുമ്പോൾ പുതുപൂവിന്റെ മണം അമ്മയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. 4. അമ്മ ഗ്രന്ഥം വായിച്ചിരിക്കുമ്പോൾ എന്തു ചെയ്യാനാണ് കുട്ടി ശ്രമിക്കുക? അമ്മ ഗ്രന്ഥം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂവ് തന്റെ കുഞ്ഞു നിഴൽ അമ്മ വായിച്ചുകൊണ്ടിരിക്കുന്ന ഏടിലെ വരികൾക്കിടയിലേക്ക് വീഴ്ത്തിക്കൊണ്ടിരിക്കും. അടുത്ത ചോദ്യം, പഴയ കുട്ടിയെ അമ്മയ്ക്ക് തിരിച്ചു കിട്ടുന്നതിനെ കുറിച്ച് കുട്ടി പറയുന്നത് എന്ത്? കൊളുത്തിപ്പിടിച്ച കൈവിളക്കുമായി സന്ധ്യയ്ക്ക് അമ്മ പശുത്തൊഴുത്തിലേക്ക് പോകുമ്പോൾ പൂവ് പെട്ടെന്ന് ഞെട്ടറ്റ് മണ്ണിൽ പതിക്കുകയും അമ്മയുടെ പഴയ കുട്ടിയായി മാറുകയും ചെയ്യുന്നു എന്നാണ് കുട്ടി പറഞ്ഞത്. അടുത്ത ചോദ്യം, അയ്യോ അത് മാത്രം പറഞ്ഞുകൂടാ അമ്മേ എന്ന് കുട്ടി പറയുന്നത് എന്തിനെ കുറിച്ചാണ്? കുട്ടി അത്രയും നാൾ എവിടെയായിരുന്നു എന്ന അമ്മയുടെ ചോദ്യത്തിന് അത് മാത്രം പറയില്ല എന്നാണ് കുട്ടി ഉത്തരം പറയുന്നത്. ഈ ചോദ്യങ്ങൾ കൂടി പഠിച്ചു വെച്ചേക്കുക. ചെമ്പകപ്പൂവ് പിറ എന്ന കൃതി എഴുതിയത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. പിറ എന്ന കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? KV സുരേഷ്. വരയ്ക്കാം, നിറം കൊടുക്കാം. കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില സന്ദർഭങ്ങളെ ചിത്രങ്ങളാക്കൂ. ചിത്രത്തിനടിയിൽ ആ സന്ദർഭത്തെ സൂചിപ്പിക്കുന്ന വരികൾ എഴുതണേ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വരികളാണോ ഇഷ്ടപ്പെട്ടത് ആ സന്ദർഭങ്ങൾ ചിത്രങ്ങളായി വരയ്ക്കുക. അടുത്ത് ചെമ്പകപ്പൂവായി മാറിയ കുട്ടി. ചെമ്പകപ്പൂവായി മാറിയ കുട്ടിയുടെ മനസ്സിലും പ്രവർത്തികളിലും നിറഞ്ഞു നിൽക്കുന്ന കുട്ടിത്വത്തെ ഈ കവിതയിൽ മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. കുട്ടിക്ക് അമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ചും അത് അറിയിക്കാനായി കുട്ടി നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറിപ്പായി എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എഴുതിയാലോ? ഇന്ത്യയിലെ തന്നെ പ്രശസ്ത എഴുത്തുകാരനായ രവീന്ദ്രനാഥ ടാഗോറിന്റെ പിറ എന്ന കൃതിയിൽ നിന്നെടുത്തിട്ടുള്ളതാണ് ചെമ്പകപ്പൂവ് എന്നുള്ള പാഠഭാഗം. ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് KV സുരേഷ് ആണ്. ഏറെ ഹൃദ്യമായ ഒരു കവിതയാണ് ചെമ്പകപ്പൂവ്. ചെമ്പകപ്പൂവായി മാറിയ കുട്ടിയുടെ മനസ്സിലും പ്രവൃത്തികളിലും നിറഞ്ഞു നിൽക്കുന്ന കുട്ടിത്വത്തെ ഈ കവിതയിൽ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. കുട്ടിയുടെ ചിന്തകൾ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മയുമായി ചേർന്നു നിൽക്കുന്നു. മുറ്റത്തെ ചെമ്പകപ്പൂവായി മാറുമ്പോഴും അവൾ അമ്മയ്ക്ക് ചുറ്റുമാണ് സഞ്ചരിക്കുന്നത്. പൂവായി മാറിയാൽ അമ്മ അവളെ തിരിച്ചറിയുമോ എന്നാണ് കുട്ടിയുടെ ആദ്യ ചിന്ത. കുട്ടിയെ കാണാതായാൽ അമ്മ വിഷമിക്കും എന്നും അവളെ തേടി നടക്കുമെന്നുമുള്ള തിരിച്ചറിവ് അവളിലുണ്ട്. കുസൃതിയോടെ അമ്മയുടെ ഓരോ പ്രവൃത്തികളും നോക്കിക്കാണാൻ അവൾ ശ്രമിക്കുന്നു. ഒരു പുതു പൂമണമായി അമ്മയിലേക്ക് സുഗന്ധം പകരാനും അവൾ ആഗ്രഹിക്കുന്നു. ഗ്രന്ഥം വായിച്ചിരിക്കുന്ന അമ്മയുടെ പുസ്തകത്തിലെ നിഴലായും അവൾ മാറുന്നുണ്ട്. ഭാവിയിൽ ജീവിതത്തിലും അമ്മയ്ക്ക് തണലായി മാറണം എന്നുള്ള ചിന്ത ഇതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്.
സന്ധ്യയ്ക്ക് അമ്മ പശുത്തൊഴുത്തിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഞെട്ടറ്റ് മണ്ണിൽ പതിക്കുകയും അമ്മയുടെ പഴയ കുട്ടിയായി മാറാനും അവൾ ആഗ്രഹിക്കുന്നു. എത്ര വലുതായാലും അമ്മയുടെ മടിത്തട്ടിന്റെ സുരക്ഷിതത്വവും അമ്മ മക്കൾ ബന്ധത്തിന്റെ ആഴവും ഈ വരികളിൽ ഉണ്ട്. ഈ ചാപ്റ്ററിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.